ചെത്ത പച്ച നമ്മുടെ അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ് ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ചെത്ത പച്ച എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ഇത് ഭയങ്കര ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. ഫൈറ്റ് സെറ്റപ്പ് ഇതുവരെ കേട്ട പുച്ചവും കളിയാക്കലൊക്കെ ഈ കൈവെള്ള ചുരുട്ടിപ്പിടിച്ച് നല്ലിടിച്ച് നാട്ടുകാരെ കൊണ്ട് കൈയടിപ്പിക്കണ്ടേ? എന്റെ മോനെ, ഓ ഇതിന്റെ ഒരു എന്റെ ദൈവമേ, ഓ അത് കൊള്ളാം കേട്ടോ. ധർമ്മയൊക്കെയാണല്ലേ പ്രൊഡക്ഷൻ? ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈം ധർമ്മ പ്രൊഡക്ഷൻസ് വേൾഡ് വൈഡ് ജനുവരി 20. ഓക്കെ, ഇതൊരു കാലക്ക് ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു പോസ്റ്റേഴ്സ് വന്നപ്പോൾ ഇതിന്റെ അനൗൺസ്മെന്റ് തൊട്ടേ ഈ പടത്തിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടെന്നോ, എസ്പെഷ്യലി ആ ഒരു പേര് കൊണ്ട് തന്നെ. പിന്നെ റീസെന്റ് ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ മെനയാന്ന് എന്താണ് നമ്മുടെ ധർമ്മ പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു ഒഫീഷ്യൽ ഇത് വന്നു, നമ്മുടെ കരൺ ജോഹറിന്റെ. സോ അത് തന്നെ ഒരു ഭയങ്കര ആന്റിസിപ്പേറ്റഡ് പരിപാടിയാണ്. അത്രയും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഇതിനെ ബാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട്. പക്ഷേ വിഷ്വല് കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്നുള്ള ഒരു പക്ക ഒരു റിങ്ങിലുള്ള സെറ്റപ്പാണ് എന്നാണ് ഞാൻ ദ റിംഗ് ഓഫ് റൗഡീസ് അങ്ങനെയാണ് അതിന്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. ഈ റൗഡീസിന്റെ ഒരു മറ്റേ നമ്മുടെ എന്താണ് WWE ഒരു ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പക്ക ഒരു ഫൈറ്റ് സെറ്റപ്പിലുള്ള ഒരു പടമാണെന്നാണ് തോന്നുന്നത്. ബട്ട് വിഷ്വൽ വേറെ ഒരു പ്രത്യേക കളർ ടോൺ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു കളർ ടോൺ ആണ് ഇതിന്റെ ഒരു. നമ്മുടെ ഫസ്റ്റ് ലുക്ക്, അർജുൻ അശോകന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്തും ആ ഒരു ടോൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പടത്തിനും ആ ഒരു ടോൺ ഉണ്ട്. നമ്മുടെ റോഷൻ മാത്യു ആയിക്കോട്ടെ, വിശാഖ് ആയിക്കോട്ടെ, അവരെല്ലാം ഒരു വ്യത്യസ്തമായ സിനിമകൾ ചൂസ് ചെയ്യുന്ന ആളാണ്. എസ്പെഷ്യലി ഇപ്പം അർജുൻ അശോകൻ, അദ്ദേഹം ഒരു നെപ്പോക്കിഡ് ആണെന്നാൽ പോലും കഴിവുള്ള ഒരു നെപ്പോക്കിഡാണ്, അതെടുത്ത് പറയണം. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്യുന്ന സിനിമകളിലെ എല്ലാവരും ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണും. എല്ലാ സിനിമയും അടിപൊളിയാണെന്നല്ല, എന്നാൽ പോലും അദ്ദേഹം അങ്ങനെ മോശമാക്കി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സോ ഈ ഒരു പടവും പിന്നെ റോഷൻ മാത്യു, ഡെഫിനറ്റ്ലി റോഷൻ മാത്യു എടുത്തു പറയണം, വൈശാഖിനെ എടുത്തു പറയണം. ഇവരൊക്കെ ഒരേ ടൈമിൽ വന്നതാണ്. പക്ഷെ ഇവരെല്ലാം ഇപ്പോൾ ഒരു അവരുടേതായ ഒരു സ്ഥാനം മലയാള സിനിമയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ അത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ഈ ഒരു പടവും അവരാ എഫേർട്ട് ഇടുന്നതിന്റെ ഒരു ഫുൾ ഇത് കിട്ടട്ടെ. അദ്വൈത് നായർ എന്ന് പറയുന്ന സംവിധായകന്റെ ഫസ്റ്റ് സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഒരു മലയാള സിനിമയിലേക്കുള്ള ഒരു കിടിലൻ ഒരു ടീസർ കണ്ട ഒരു ഇതിൽ പറയുന്നു പുള്ളി മലയാള സിനിമയിൽ എന്തോ ഒരു സംഭവം കൊണ്ടാണ് വരുന്നത്. ഡെഫിനറ്റ്ലി പറയണം. അതിലൊരു കിടിലൻ എന്റർടൈനർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ്വൽ മ്യൂസിക് എനിക്ക് തോന്നുന്നു നമ്മുടെ രേഖാചിത്രമൊക്കെ ചെയ്ത അദ്ദേഹമാണെന്ന് തോന്നുന്നു. കൊള്ളാം, ഒരു ഒരു സംഭവം ഇറക്ക് എന്നുള്ള ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.